നമ്മുടെ പല സ്റ്റേഷനുകളും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നവീകരിക്കാൻ പോകുന്നു. പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ, പുതിയ പ്ലാറ്റ്ഫോമുകൾ ഒക്കെ വലിയ ഫണ്ടിന്റെ നിർമ്മാണ ചെലവോടെ കേരളത്തിൽ വരാൻ പോകുന്നു. ഇപ്പം ഏറ്റവും പുതിയ അനുഭവമാണല്ലോ വന്ദേ ഭാരത് യാത്ര എന്ന് പറയുന്നത്. അപ്പം ആ യാത്രയിൽ പോലും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കേരളത്തിൽ അതിന് വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട്. അത് ആ ട്രെയിനിന്റെ കുഴപ്പമായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ച് നമ്മുടെ ഈ റെയിൽവേ ട്രാക്കിന്റെയൊക്കെ ഒരുപാട് പോരായ്മകളും അതിന്റെ അറ്റകുറ്റപ്പണികളും അതിന്റെ ഒരു കാലപ്പഴക്കവും ഒക്കെ ഈ ദീർഘദൂര ട്രെയിനുകളുടെ വേഗതയെ കേരളത്തിൽ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നിർമ്മിച്ച ഒരു റെയിൽ ഗതാഗതത്തിന്റെ, ഈ റെയിൽവേ ട്രാക്കിന്റെ ഒരു പോക്കുണ്ടല്ലോ, ഒരുപാട് വളവും തിരിവും ഒക്കെയുള്ള രീതിയിലാണ് നമ്മുടെ റെയിൽവേ ട്രാക്കുകൾ കേരളത്തിൽ ഇപ്പോഴും കിടക്കുന്നത്. കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി തന്നെ അങ്ങനെയാണ്. ഒരുപാട് ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത്, അതല്ലെങ്കിൽ ഒരുപാട് പുഴകളും അരുവികളും ഒക്കെ ഉള്ള ഒരു സ്ഥലം. അപ്പൊ അതിന്റെ ഇടയിലൂടെ വളഞ്ഞും തിരിഞ്ഞും പോകുന്ന റെയിൽവേ ട്രാക്കുകളാണ് നമുക്കുള്ളത്. അപ്പൊ അതിന് ഈ ഒരുപാട് ബലക്ഷയം, കാലക്രമേണ വരുന്ന പ്രശ്നങ്ങൾ ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ട്രെയിനും ഉദ്ദേശിക്കുന്ന വേഗത കൈവരിക്കാൻ സാധിക്കുകയില്ല. അതൊക്കെയാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ട്രെയിനിലെ യാത്രയുടെ സുരക്ഷ നമുക്കറിയാം. കേരളത്തിൽ ട്രെയിനുകളിലാണ് ഏറ്റവും വലിയ പീഡനങ്ങൾ നടന്നിട്ടുള്ളത്, കൊലപാതകങ്ങൾ നടക്കുന്നു, അതല്ലെങ്കിൽ ആൾക്കൂട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ അടുത്ത കാലത്ത് പോലും നമ്മൾ കണ്ടത് ട്രെയിനിന്റെ ബോഗിക്കകത്താണ്. അതുപോലെ തന്നെ പാർക്ക് ചെയ്ത് വെച്ച ട്രാക്കിലെ ഈ കോച്ച് പോലും കത്തിക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ സുരക്ഷ അല്ലെങ്കിൽ ട്രെയിനിലെ യാത്രക്കാരുടെ സുരക്ഷ എന്ന് പറയുന്നതിനും നമ്മുടെ ഭരണാധികാരികൾ കൂടുതൽ ഗൗരവം നൽകേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പയ്യന്നൂരിലുള്ള ഒരാളാണ്. പയ്യന്നൂർ പോലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യാൻ പോകുമ്പോൾ ഇതിനിടെ കണ്ടൊരു കാര്യം, ഉച്ചയ്ക്ക് ശേഷം റിസർവേഷൻ ചെയ്യാനുള്ള സൗകര്യം അവിടെയില്ല. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. രാത്രി 8 മണി വരെ ഉള്ള ഒരു റിസർവേഷൻ ടൈമിനെ വെട്ടിച്ചുരുക്കി വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തത് കൊണ്ട് ഉച്ചവരെ എന്ന് നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇതുപോലെ തന്നെ കണ്ണൂര് എനിക്ക് വന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഉണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നമുണ്ട്. എൻക്വയറിയിൽ പോയിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ചോദിക്കും. ഇപ്പം നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമോ അതല്ലെങ്കിൽ ആ കോച്ച് പൊസിഷനോ ഒക്കെ നോക്കി മനസ്സിലാക്കിയാൽ ചിലപ്പോൾ അവിടെ ആയിരിക്കില്ല ആ ബോഗി വന്ന് നിൽക്കുക, അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലായിരിക്കില്ല ട്രെയിൻ വരിക. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ്. അങ്ങനെ 1-2 അനുഭവം വ്യക്തിപരമായിട്ട് എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ റെയിൽവേയുടെ റിസർവേഷൻ കൗണ്ടറിലായാലും ഇതുപോലുള്ള എൻക്വയറി കൗണ്ടേഴ്സിലൊക്കെ ഇരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള സ്റ്റാഫുകളാണ്. കുറെ പുതിയ ചെറുപ്പക്കാർ ഇരുത്തിയിട്ടാണ് ഈ വളരെ ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് റെയിൽവേ. അപ്പോൾ വേണ്ടത്ര സ്റ്റാഫ് പോലും നമ്മുടെ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയം തോന്നിയിട്ടുണ്ട്. റെയിൽവേ ക്യാൻറ്റീനുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ വിൽക്കുന്ന ആഹാര സാധനങ്ങളുമായി ബന്ധപ്പെട്ട് ട്രെയിനകത്ത് തന്നെയുള്ള പാൻട്രികളുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യമായ പരിശോധനകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ട വിഷയമാണ്. കാരണം ഈ യാത്ര ചെയ്യുന്നവനെ ഒരിക്കലും ഈ വിൽപ്പനക്കാരൻ പിന്നെ കാണുന്നില്ല. അവൻ സ്വന്തം നാട്ടിൽ നിന്നോ അവന്റെ തന്നെ നഗരത്തിൽ നിന്നോ ആഹാരം വാങ്ങി കഴിക്കുന്ന പോലെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ യാത്രികന് ആ ഒരു ഗൗരവം മാത്രമേ ട്രെയിനിലെ വിൽപ്പനക്കാരനും നൽകുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിന്റെ വൃത്തിയോ വെടിപ്പോ ഒക്കെ പ്രശ്നമാണ്. എന്റെ അനുഭവം പറയുമ്പോൾ ഇതിനിടെ ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചായ മേടിച്ച് കുടിക്കുമ്പോൾ നമുക്ക് ചായയുടെ കളർ പോയിട്ട് അതൊരു പച്ചവെള്ളം പോലെ നമ്മൾ കുടിക്കുകയാണ്. ഇത് ഒരാളും പരാതിപ്പെടാത്ത രീതിയിൽ നിത്യവും നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. റെയിൽവേ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, സാധാരണക്കാരനെ ബാധിക്കുന്ന ട്രെയിൻ യാത്രയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം വിഷയങ്ങൾ കൂടി പരിഹരിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.